താങ്കളുടെ കൂടെ ഹീറോയിനായിട്ട് നായിക എന്ന നിലയിലേക്ക് താങ്കൾക്ക് അന്നും ഇന്നും മനസ്സിൽ എന്നും ഓർമ്മ നിൽക്കുന്ന ഒരു നായിക ആരായിരിക്കും? ഇല്ല, എൻ്റെ സിനിമയിൽ നായികയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് കുറവായിരുന്നു. വളരെ 1, 2, 3 സീനുകളിൽ വന്നു പോകുന്ന നായികമാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു ഫുള്ളി ഹീറോ ഓറിയൻറ്റഡ്. അത് ഹീറോ ആണെങ്കിൽ പോലും ഹീറോ വരുന്നതും ഇൻ്റർവെൽ വരുന്നത്. അങ്ങനെയുള്ളൊക്കെ ഒരു പാറ്റേൺ ആയിരുന്നു. അതുപോലെ തന്നെ ഒരു പടത്തിൽ 3 ഫൈറ്റേ ഉണ്ടാവുള്ളൂ. നമ്മൾ പറയുന്നത് കേട്ട് നമ്മുടെ പടത്തിൽ ഓരോ റീലിന് ഇടിയാൻ തോന്നും. ഞാൻ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അതായത് 1:3. ഒരു സിനിമയിൽ 3 ഫൈറ്റ്. അതായത് ഇൻട്രൊഡക്ഷൻ ഒരു ഫൈറ്റ്, ഇടയ്ക്കൊരു ഫൈറ്റ്, ക്ലൈമാക്സ് ഫൈറ്റ്. പിന്നെ സപ്പോർട്ടിങ് ആക്ടേഴ്സ് ഞാൻ അവരെ 45 ചെയ്യുമായിരുന്നു ഭയങ്കരമായിട്ട്. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ. എൻ്റെ പടങ്ങളെ കണ്ടാൽ അറിയാം, സപ്പോർട്ടിങ് ആക്ടേഴ്സ് ഭയങ്കര സ്കോറിങ് ആയിരിക്കും ഓരോ ചെറിയ സീനുകൾ ആൾക്കാരും. കാരണം ഇത് ആക്ച്വലി ഒരു പിരമിഡ് സ്ട്രക്ചറാണ് സിനിമ എന്ന് പറയുന്നത്. ഏറ്റവും മുകളിലിരിക്കുന്ന കല്ലാണ് ഹീറോ. അപ്പോൾ ഈ ബാക്കിയുള്ള കല്ലുകളെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്താലേ ഇത് നിൽക്കുകയുള്ളൂ. അത് തിരിച്ചു വെച്ച് നോക്കി, ഹീറോ എല്ലാം കൂടെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജസ്റ്റ് കൊളാപ്സ്. ആ ഒരു മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിക്കുന്ന തിയറി, MBA ഒക്കെ പഠിച്ചപ്പോൾ കിട്ടിയൊരു തിയറിയാണ് അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ നോക്കിക്കോ, ചന്തയ്ക്കകത്തൊക്കെയാണ് തിത്തീവി, അതുപോലെ തിലകേട്ടൻ്റെ ക്യാരക്ടർ, അതുപോലെ ലാലു അലക്സിൻ്റെ ക്യാരക്ടർ, ടോണിയുടെ ചെറിയൊരു ഭയങ്കര ഇതായിരിക്കും ഭയങ്കര ഫിനിഷിങ്ങും എല്ലാം ഉണ്ടാവും. ഞാൻ പെർട്ടിക്കുലറായിരുന്നു അത് ഡയറക്ടറോട് പറയും, ഒരാളെപ്പോലും നമ്മൾ വിട്ട് കളയരുത്. കടലിൻ്റെ ക്ലൈമാക്സ് വന്നപ്പോഴത്തേന് ഇവരെല്ലാം എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ്, ഒരുപാട് സപ്പോർട്ടിങ് ആക്ടേഴ്സ്. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, ഫൈറ്റ് മാസ്റ്റർ പറഞ്ഞു, ക്ലൈമാക്സ് ബാബു മാത്രം ഫൈറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു, ബാക്കി ആരും വേണ്ട. ഞാൻ പറഞ്ഞു, ഈ കൊടപ്പുറത്ത് ഞാൻ മാത്രം ഇത്രയും പേരോട് അടിക്കാനായിട്ടോ? ലോജിക്കലി ഇറ്റ് ഈസ് ഇൻകറക്റ്റ്. അത് വേണ്ട, നമുക്ക് ഇവരൊക്കെ എൻ്റെ കൂട്ടത്തിൽ വന്ന ആൾക്കാരല്ല, എല്ലാവരും കൂടെ ഫൈറ്റ് ചെയ്യട്ടെ, ഒരു ഓളം ആക്കാന്ന് പറഞ്ഞു. മൊത്തം ഒരു അടിയുടെ ഫെസ്റ്റിവൽ ആക്കാന്ന് പറഞ്ഞു. അപ്പോൾ രസമായി, പടം ഓളമായി. ഞാൻ തന്നെ അവിടെ കിടന്ന് അടിച്ചിട്ട് അതൊന്നും, സിനിമ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓരോ ക്യാരക്ടറും എൻ്റെ മനസ്സിലുള്ളതാണ് വളരെ. പക്ഷെ ചില ആൾക്കാർ ഇത് മിസ്യൂസ് ചെയ്യും, ഓവർടേക്ക് ചെയ്യാൻ നോക്കും, ഹീറോയെ ഓവർടേക്ക് ചെയ്യാൻ നോക്കും. അത് ഇറ്റ് ഈസ് ബാഡ് ഫോർ ദ സിനിമ. കഴിഞ്ഞ ദിവസം TG രവിയുടെ ഇന്റർവ്യൂ എടുത്തായിരുന്നു. TG രവി ചേട്ടൻ പറഞ്ഞ 2-3 കാര്യം നമുക്ക് ഇപ്പം ഓർമ്മ വരുവാണ്. TG രവി കൂടുതൽ സീനുകൾ അങ്ങനത്തെ ആയിരുന്നല്ലോ, റേപ്പിംഗ് സീനുകളൊക്കെ ചെയ്യുന്നുള്ളൂ. അങ്ങനെ അദ്ദേഹം തിരുവനന്തപുരത്തൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ഒന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് വീട്ടിൽ പോയി ഹോളിബിൽ അടിച്ച് ജനലിൽ വന്ന് അന്ന് അവർ പുറത്തേക്ക് ഹൗസ് മേഡ് എന്ന് പറഞ്ഞ് പേടിച്ചോടി എന്ന് പറയുന്ന ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളിയെ കണ്ടിട്ട് പേടിച്ച്, ആ സിനിമയുടെ ഒരു ഇതാണ്, സിനിമയിൽ കണ്ട ആ ഒരു വില്ലനാണല്ലോ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം കണ്ടെന്നത്. അതുപോലെ തന്നെ ബാബുച്ചേട്ടനെ കാണുമ്പോൾ ഒരു വില്ലനാണല്ലോ പല സിനിമയിലും. അങ്ങനെ എന്തെങ്കിലും വേറെ രീതിക്കല്ല, ആക്ഷൻ വീഡിയോ ആണല്ലോ ആ വില്ലൻ. അങ്ങനെ ആരെയും ഭയപ്പെട്ടിട്ടില്ല? എല്ലാം ഭയങ്കര സ്നേഹം ആൾക്കാർക്ക്, എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഞാൻ സിനിമയിൽ വരുമ്പം രവിചേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ, അതുപോലെ പല വില്ലനായിട്ട് അഭിനയിച്ച ആൾക്കാരും റേപ്പ് ഒരു ഭാഗമാണ് സിനിമയുടെ. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ സിനിമ അല്ലെങ്കിൽ 2-3 റേപ്പ് വേണമെന്നുള്ളൊരു കോൺസെപ്റ്റ് അന്ന് നിലനിന്നിരുന്ന ഒരു സമയമാണ്. പക്ഷെ ഞാൻ വന്നിട്ട് അത് ഭയങ്കരമായിട്ട് അങ്ങ് എതിർത്തു. ഞാൻ പറഞ്ഞു, എന്തിനാ അയാൾ വില്ലൻ റേപ്പ് ചെയ്യുന്നത്? അയാൾക്ക് പൈസ ഉണ്ടെങ്കിൽ ആൾക്കാരെ ഹയർ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടായിരിക്കും, റേപ്പിസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ആ കോൺസെപ്റ്റ് ഞാൻ മാറ്റി. വില്ലൻ അല്ല സാർ, ഒരു 2 റേപ്പെങ്കിലും ഒരു സിനിമ വേണമെന്ന് എന്നോട് പറഞ്ഞ് അന്ത സമയത്ത് പറഞ്ഞ ഡയറക്ടേഴ്സ് ഉണ്ട്. ഞാൻ അതെന്തിനല്ല ആൾക്കാർക്ക് ഇഷ്ടം. ഞാൻ എന്താ ആൾക്കാരത്, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഞാൻ ആ കോൺസെപ്റ്റ് കംപ്ലീറ്റ് മാറ്റി. എൻ്റെ പടത്തിൽ, ഞാൻ ചെയ്യുന്ന പടത്തിൽ റേപ്പ് ഉണ്ട്, വില്ലൻ റേപ്പ് ചെയ്യുന്ന പരിപാടിയില്ല. തെലുങ്കൊക്കെ ഞാൻ എത്രയോ പടങ്ങൾ ഞാൻ വിട്ടെന്നല്ല, വേണ്ടാന്ന് ഉപേക്ഷിച്ചു. ഞാൻ പറഞ്ഞു ഞാനില്ലെന്ന്. അതുപോലെ തന്നെ നായിക അടിക്കുന്നത് എനിക്ക് അതൊന്നും ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. നായിക അടിക്കുന്നത്, കാരണം ചില സിനിമയിൽ നായിക അടിക്കുമല്ലോ, വില്ലനിട്ട് അടിക്കുമല്ലോ, അങ്ങനെയുള്ള പരിപാടിയൊക്കെ തെലുങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എൻ്റെ അടയെന്ന് ഒറ്റ അടിയൊക്കെ കിട്ടും. അപ്പോൾ അതൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾ വില്ലനാണ്, പക്ഷെ കറക്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള നായികയുടെ അടി നമ്മൾ മേടിക്കില്ല. നായികയുടെ അടി മേടിക്കത്തില്ല, റേപ്പും ചെയ്യത്തില്ല, അങ്ങനെയുള്ള മോളസ്റ്റിങ് വിമനോ ഒന്നും ചെയ്യത്തില്ല. ഷൂട്ട്, കിൽ, ഫൈറ്റ്, പിന്നെ എക്സ്ട്രീം വയലൻസും ചെയ്യത്തില്ല. അല്ല, ഒരു സബ്ജക്റ്റിന് വേണ്ടി ആ ക്യാരക്ടർ നായിക നമ്മൾ അടിക്കണം എന്നൊരു ഡിമാൻഡ് സ്റ്റോറി പറഞ്ഞാൽ വേണ്ട. അതുപോലെ നിയമമുള്ള ഒരു സബ്ജക്റ്റാണ്, കുഴപ്പമില്ല. ഇത് ചുമ്മാ രസത്തിന് ഇതൊരു പാർട്ട് ഓഫ് ദ കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള രീതിയിലുള്ള അടിയാണ്. സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത്. ഇപ്പൊ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്തിട്ടാണല്ലോ ഞാൻ ഈ കോമഡി പോലൊരു സാധനം അതിനു മുമ്പും വേണം എനിക്ക് അങ്ങനത്തെ സിനിമകൾ ചെയ്യാമായിരുന്നു. പക്ഷെ സ്ക്രിപ്റ്റ് ഡസൻറ്റ് ഡിമാൻഡ്, അത് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ വന്നിട്ട് റേപ്പ് എന്നുള്ളൊരു സംഭവം എടുത്തു കളയാൻ ബാബുച്ചേട്ടൻ ശരിക്കും ഒന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഇത് എന്ന് വെച്ചാൽ, ഞാൻ ചെയ്ത വില്ലൻ വേഷങ്ങൾ ആ രീതിയിൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ മറ്റേ കാര്യം ജനങ്ങൾ അങ്ങ് വിട്ടു. ഇതാവശ്യമില്ല. പക്ഷെ ഞാൻ ചെയ്തത് അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ, ബാക്ക് ഫയർ ചെയ്തിരുന്നെങ്കിൽ
അതിൽ തുടർന്ന് പോയനെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ നിന്ന് പോയനെ നിന്ന് അല്ലേ? ഈ ലാലേട്ടനാണെങ്കിലും മഞ്ഞിൽ വരുന്ന പൂക്കളിൽ വില്ലനായിട്ടാണ് വരുന്നത് അല്ലേ? ആ ലാലേട്ടന്റെ ഇപ്പോഴത്തെ യാത്ര നോക്കുമ്പോൾ ലാലേട്ടൻ എവിടെ എത്തിയിരിക്കുന്നു നമ്മൾക്കെല്ലാം സന്തോഷവും അത്ഭുതവും എല്ലാം തോന്നുന്നതാണ്. തീർച്ചയായിട്ടും. ബാബുചേട്ടനും മുന്നേ വില്ലനായിട്ടാണ് വരുന്നത് അല്ലേ? പിന്നീട് നായകനായിട്ട് വരുന്നു. പിന്നീട് ആ കഥാപാത്രങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. സ്വയം മാറിയതാണ്, മാറ്റി നിർത്തപ്പെട്ടതായിരുന്നു? ഞാൻ കുറച്ചുകൂടെ ഉത്സാഹിച്ചാൽ മതിയായിരുന്നു. എനിക്ക് എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ, ഫാമിലി സെറ്റപ്പും കല്യാണമൊക്കെ കഴിച്ച് അവർ സെറ്റിലാകുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാനങ്ങ് ഒതുങ്ങിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ശ്രമിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പലരെയും നമ്മൾ കാണുക, അവരോട് സംസാരിക്കുക, അവരെ വിളിക്കുക ഒക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ എന്തോ അങ്ങനൊന്നും തോന്നിയില്ല. പക്ഷെ ഇപ്പം കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഇപ്പം നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഈ പറഞ്ഞ പോലെ സെലക്ഷൻ ചെയ്യുന്ന കാര്യത്തിൽ കൃത്യമായിട്ട് നോക്കിയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അല്ലെ? അല്ലെങ്കിൽ ഇനിയൊരു വീഴ്ച പറ്റിയാൽ പിന്നെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് സ്വയം നമുക്ക് തോന്നി തുടങ്ങുന്നുണ്ട്. അത്രമാത്രം താരങ്ങളുണ്ട് അല്ലെ? വളർന്നു വരുന്ന ഒത്തിരി കലാകാരന്മാരുണ്ട്. അപ്പൊ നമുക്കൊരു അടി തട്ടിയാൽ നമ്മൾ അവിടെ കിടന്നു പോകും. ഉറപ്പാണല്ലോ അല്ലെ? അപ്പൊ സെലക്ഷൻ വളരെ സിനിമ ഇപ്പം നമുക്കവിടെയാണെങ്കിലും മോഹൻലാലിലാണ് എത്രയോ സിനിമകൾ പരാജയപ്പെടുന്നു. പക്ഷെ എന്തോ എൻ്റെ ഒരു സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 10 സിനിമ പരാജയപ്പെട്ട എഫക്റ്റ് പോലെ എനിക്ക് തോന്നും, മനസ്സിൽ തോന്നും. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യത. പരാജയപ്പെട്ട സിനിമ ഏതാ? അങ്ങനെ തോന്നിയ സിനിമ ഏതായിരിക്കും അഭിനയിച്ചാൽ? ഭാഗ്യത്തിന് എൻ്റെ എല്ലാ സിനിമകളും ഒരുപാട് സൂപ്പർ ഹിറ്റുകളുണ്ട്, ആവറേജുകളുണ്ട്. തീരെ പരാജയപ്പെട്ടു എന്ന് പറയുന്നൊരു സിനിമ എനിക്ക് എൻ്റെ അറിവിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം ഇല്ല, അങ്ങനെ ഒരു തീരെ ഒരു ഫ്ലോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം പ്രൊഡ്യൂസേഴ്സിന് കാശ് കിട്ടി, ഡിസ്ട്രിബ്യൂട്ടറിന് കാശ് കിട്ടി പോകുന്ന ഒരു പരിപാടി എനിക്ക് തോന്നുന്നു ആക്ഷൻ സിനിമയുടെ ഒരു പ്രത്യേകതയായിരിക്കും. ആക്ഷൻ സിനിമ എപ്പോഴും ഇപ്പൊ അത്തരം ആക്ഷൻ സിനിമകൾ ഇല്ല മലയാളത്തിൽ. ഇല്ല അല്ലേ? വരും. ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്, വീണ്ടും തുടങ്ങി. ആക്ഷൻ മാറി കുടുംബചിത്രങ്ങളിലേക്ക് വന്നു, കുടുംബചിത്രം മാറി കോമഡിയിലേക്ക് വന്നു. മാറിയാണ് നമ്മളെ പ്രേക്ഷകർ. പ്രകൃതി വന്നു, പ്രകൃതി ഒത്തിരി സിനിമകൾ വന്നു. ഇതൊക്കെ മാറിയാണ് നമ്മളെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത്. കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് ഒരു സിനിമയെ കുറിച്ച് വിലയിരുത്താൻ കഴിയുന്ന പ്രേക്ഷകരാണ് മലയാളത്തിലുള്ളത് എന്ന് കൃത്യമായിട്ട് നമുക്ക് അല്ലെ? പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഇന്ന സിനിമ നല്ല, പ്രേക്ഷകർക്ക് ആവശ്യം വെറൈറ്റിയാണ് ആവശ്യം. അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം ഉണ്ടായിരിക്കണം. സെന്റിമെന്റ്സ് ഉണ്ടായിരിക്കണം, ലവ് ഉണ്ടായിരിക്കണം, ഇമോഷൻസ് ഉണ്ടായിരിക്കണം, ആക്ഷൻ ഉണ്ടായിരിക്കണം, കോമഡി ഉണ്ടായിരിക്കണം. ഇതെല്ലാം കൂടെ ഒരു ചേരുവ നന്നായിട്ട് ബാലൻസ് ചെയ്ത് സൃഷ്ടിക്കുകയാണെങ്കിൽ ഒരു 90% ആൾക്കാർ ഇഷ്ടപ്പെടും. അല്ലാണ്ട് ഒരു പർട്ടിക്കുലർ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത സിനിമ കോമഡിക്ക് അങ്ങനെ, അല്ലെങ്കിൽ ട്രാജഡി, അല്ലെങ്കിൽ പ്രകൃതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ടാർഗറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നമുക്കൊരു മാസ് അപ്രോച്ചാണ് എപ്പോഴും നല്ലത്. അപ്പം അതൊക്കെയാണല്ലോ ഈ പൊന്നിയിൻ സെൽവവും. അത്ര എക്സ്പെൻസീവ് ആണെന്നില്ല ഈ വിക്രമും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എത്രയോ വലിയ ഹിറ്റുകളായി മാറി. അപ്പോൾ ഓഡിയൻസ് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യത്തില്ല. അവർ നമ്മൾ കൊടുക്കുന്ന ചില തീരുമാനിക്കും ഇതേ കൊടുക്കുകയുള്ളൂ. പ്രത്യേകിച്ച് കുറച്ച് സാറ്റലൈറ്റ് റൈറ്റും OTT റൈറ്റും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സിനിമ തിരിയാണ്. ആ ഒരു ആക്ടേഴ്സിന് വേണ്ടി സിനിമ തിരിയുമ്പോൾ അവർക്ക് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ബാബുചേട്ടൻ നായകനായി വരുന്ന കാലഘട്ടത്തിൽ അന്ന് സിനിമകൾ നമ്മൾ വിൽപ്പന നടത്തുന്നുണ്ട്, സാറ്റലൈറ്റൊക്കെ വിൽപ്പന നടത്തുന്നുണ്ട്. അന്ന് ബാബുചേട്ടൻ ഒരു മാർക്കറ്റ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞല്ലോ. ബാബുചേട്ടൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ എന്നെ വെച്ച് ബിസിനസ് നടത്താൻ ആ പ്രൊഡ്യൂസറിന് കഴിയുന്നുണ്ടെന്ന് തിരിച്ചറിവ് വന്നപ്പോൾ നമ്മളൊരു സാലറി കാര്യത്തിലൊക്കെ ഒരു അധികം വേണം കൂട്ടണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടം. ഇല്ല അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ വളരെ റീസണബിൾ ആയിട്ടുള്ള സാലറി എപ്പോഴും ചോദിച്ചിട്ടുള്ളൂ അന്നും. കാരണം ഒരു പടം ഹിറ്റായി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഹൈക്ക് ചെയ്ത് കഴിയുമ്പോഴേ അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഇത് കുറേ സമയം കഴിയുമ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത്തരം ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് അതിന്റെ ഇരട്ടിയാക്കുന്നു. അത് ഫിലിം ചേംബറിന്റെ പ്രസിഡന്റ് സുരേഷ് കുമാർ തന്നെ എൻ്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. ഇവിടെ നിർമ്മാതാക്കളിൽ പണം കുലുക്കുന്ന മരമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഇവര് പൈസ കൂട്ടുന്നതുകൊണ്ട് അത് സിനിമയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ചേംബറൊക്കെ കണ്ടുപിടിച്ചത് അങ്ങനെയാണ്. അത് പ്രതിസന്ധി ആവുമല്ലോ അങ്ങനെ വരുമ്പോൾ. എക്സ്പെൻസ് കൂടുമല്ലോ സിനിമയുടെ. അപ്പോൾ അത് വിൽക്കുന്ന മാർക്കറ്റിലേക്ക്, അതിൻ്റെ മാർക്കറ്റിന് മുകളിലുള്ള പ്രൈസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വിൽക്കാൻ മേലാത്തൊരവസ്ഥ, അത് റിക്കവർ ചെയ്യാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകാം. പക്ഷെ ഇതൊക്കെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണല്ലോ. നമുക്ക് ഒരു ആക്ടറോടും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇന്നലെ മേടിക്കാവുള്ളത്. ഈ വില്ലൻ എന്ന നിലയിൽ നമ്മൾ നായകന്മാരുമായിട്ടാണല്ലോ ഫൈറ്റ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ മാനസികമായിട്ട് നമ്മൾ ആക്ടറാണ്, നമ്മൾ ആ സമയത്ത് ക്യാരക്ടറാവാണ്. നമ്മളെ കൈപ്പിഴ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റണ്ടിന്റെ പിഴവ് കൊണ്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയപ്പോൾ ഒരു ദുഃഖം തോന്നും. ആ പരിക്ക് പറ്റിയത് ഓർക്കുന്നുണ്ടോ? എൻ്റെ കൈ കൊണ്ട് ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല. ഇല്ല എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അവർ ഓർക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല.
എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പല സമയത്ത്. അല്ല അല്ലേ? പക്ഷെ ഞാനത് ഞാൻ ഈ MMA KG ഫൈറ്റ് ഒക്കെ ചെയ്ത ആളാണ്, ഒറിജിനൽ ഫൈറ്റ് ചെയ്ത ആളാണ്. അപ്പം അതുകൊണ്ട് അതൊരു വലിയ 1-2 ഇടിയൊക്കെ ഇപ്പം പറ്റില്ല കേട്ടോ. അന്നൊക്കെ 2 ഇടിയൊക്കെ നമുക്ക് സുഖമായിട്ട് എടുത്താൽ പിന്നെ എഴുന്നേറ്റേക്കും. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല, കാരണം സിനിമ ഫൈറ്റ് ആണല്ലോ മൊത്തം. ഇപ്പം ഞാൻ ഫൈറ്റ് ചെയ്തിട്ട് തന്നെ 10-15 കൊല്ലമായി സിനിമയിൽ തന്നെ. സിനിമയിൽ തന്നെ? ആക്ഷൻ സിനിമകളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പം ഞാൻ ആകെ ചെയ്തത് കൊച്ചുണ്ണിയിലൊരു ചെറിയ ബിറ്റ്, ചെറിയ ഒരു സംഭവം, പിന്നെ പൊന്നിയിൻ സെൽവനകത്തൊരു ചെറിയ ബിറ്റ്, പിന്നെ ഇപ്പം ലിയോയ്ക്കകത്തായിരിക്കും കുറച്ച് കൂടുതൽ ചെയ്യാൻ. അതില് നല്ല ഫൈറ്റ് വരില്ലേ? സാധ്യതയുണ്ട്. അങ്ങനെയാണല്ലോ അത്. ലിയോ ഒരു ആക്ഷൻ സിനിമയാണല്ലോ. അതുകൊണ്ട് ഒരുപാട് നമ്മളൊന്നും ഇവർ ഉപയോഗിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആക്ഷൻ ആ സിനിമയുടെ ഒരു പോക്ക് അതായിരുന്നു. അത് അങ്ങനെയുള്ള സിനിമകൾ, പിന്നെ OTT സിനിമകൾ വന്നു. അപ്പം അതിനൊന്നും ഒരു വലിയൊരു ബിഗ് സ്ക്രീൻ എഫക്റ്റിൻ്റെ ആവശ്യമില്ല. ഈ കോവിഡ് സമയത്തൊക്കെ അമേരിക്കയിലാണല്ലോ. അതെ അല്ലെ? അവിടെ വലിയൊരു ബുദ്ധിമുട്ടുകളായിരുന്നു അന്ന്. ഇല്ല, അമേരിക്കയിൽ അത്ര വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. കാരണം ഒന്നാമത് ഒത്തിരി സ്പേഷ്യസ് ആണ് സ്ഥലങ്ങൾ. നമ്മൾ വീടിന് പുറത്തിറങ്ങി കഴിഞ്ഞാലും അവിടെ ഒന്നും ആരുമില്ല. അപ്പം ഒരു കുറേ പേര് നടക്കാൻ പോകുന്നോ അല്ലെങ്കിൽ അവർ ഹായ് പറയുന്നല്ലാണ്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് പോകുന്നവരാണ്. ഇവിടുത്തെ പോലെ ഒരു ക്രൗഡ്, നമ്മുടെ ഇന്ത്യയെ പോലെ മുഴുവൻ ക്രൗഡില്ല. അതുപോലെ ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാലും, ഷോപ്പിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ വലിയ ഫുട്ബോൾ മൈതാനം പോലുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയും നമ്മൾ വലിയൊരു ഈ എന്താ പറയുന്നത്, ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, കീപ്പിംഗ് ഡിസ്റ്റൻസ് വാസ് വെരി ഈസി. ഫീൽ ചെയ്തില്ല. പക്ഷേ ആ ഒരു പാൻഡമിക്കിൻ്റെ ടോട്ടൽ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം അടച്ചു എന്നുള്ളൊരു സംഭവം. ഇപ്പോൾ കേരളത്തിൽ തന്നെയാണ് ഷൂട്ടിംഗ്. നമ്മൾ സ്കൂൾ എങ്ങനെ നടക്കുന്നത്? സ്കൂൾ ഞാൻ ക്ലോസ് ചെയ്തു അല്ലേ? കാരണം ഞാൻ പറയില്ല, അമേരിക്കയിലെ ഭയങ്കര റൂൾസ് വളരെ സ്ട്രിക്റ്റ് ആണ്. എന്തെങ്കിലും നമ്മളൊരാളെ ഏൽപ്പിച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളത് പിന്നെ അവിടെ സൂ ചെയ്യും ആൾക്കാർ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ. ചിലപ്പോൾ $millions ആയിരിക്കും സൂ ചെയ്യുന്നത്. ഒന്ന് വീണ് അല്ല കൈ ഇടിഞ്ഞു കാലിടിഞ്ഞു എന്നൊക്കെ. നമ്മളാകുമ്പോൾ വളരെ കെയർഫുള്ളായിട്ടെല്ലാം ചെയ്യിക്കുന്നത് പിള്ളേരെ കൊണ്ട്. അതുപോലെ മറ്റുള്ളവർ ചെയ്യിക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഞാനത് ക്ലോസ് ചെയ്തു. ഇനി ചെയ്യണമെന്ന് തോന്നുന്ന ഒരു ക്യാരക്ടർ എന്തായിരിക്കും മനസ്സിൽ? എനിക്ക് എപ്പോഴും പലരും ഇങ്ങനെ പറയുന്നതുകൊണ്ടായിരിക്കും ക്രൈസ്റ്റിൻ്റെ ഒരു വേഷം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പലരും ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ ചന്ത കണ്ടിട്ട് എന്നെ ക്രൈസ്റ്റ് ചന്ത നിൽക്കുന്നതൊക്കെ ചോദിച്ചെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള സംഭവം. അങ്ങനെ ഒരു വേഷം ചെയ്താൽ കിട്ടിയ താല്പര്യമുണ്ട്. പിന്നെ എനിത്തിങ് ദാറ്റ് ഈസ് വർത്ത് ഡൂയിങ്. ഇനി ലാലേട്ടനും മമ്മൂക്കായിട്ടൊരു സിനിമ ചെയ്യണ്ടേ? തീർച്ചയായിട്ടും. ഇപ്പം മമ്മൂക്കായിട്ട് ഇപ്പോൾ ഒരു പടം ചെയ്യുന്നു, ഇത്തിരി നാളുകൂടി ചെയ്യുന്നു. അപ്പോൾ ലാലേട്ടുമായിട്ടും ഡെഫിനറ്റ്ലി ഉണ്ടാകാം. പ്രൊഡക്ഷൻ ഭാഗത്തേക്ക് നോക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഞാനൊരു ബിസിനസ്മാൻ അല്ല ബേസിക്കലി. ഞാൻ MBA പഠിച്ചു കഴിഞ്ഞപ്പോഴേ തീരുമാനിച്ചു ഈ ബിസിനസ് നമുക്ക് പറ്റുന്ന വഴിയാണ്. അതുകൊണ്ട് അത് ലൈനിലേക്ക് നമ്മൾ പോയില്ല. എന്താ എനിക്കറിയാം, എനിക്ക് അത്ഭുതം തോന്നുന്നു ഇത്ര ആൾക്കാർ ഇങ്ങനെ, ഇവരൊക്കെ ഇത്ര മിടുക്കന്മാരാണല്ലോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. പ്രൊഡക്ഷൻ ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു, അഭിനയിക്കുന്നു. ഞാൻ അവരൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കാറുണ്ട്, എങ്ങനെ ഇത് സാധിക്കുന്നു എന്നുള്ളത്. ഇത്ര സ്മാർട്ട് ആൾക്കാർ, ഇൻ്റലിജൻ്റ് ആൾക്കാരാണല്ലോ എന്ന് ഞാനിങ്ങനെ അഡ്മയർ ചെയ്യാറുണ്ട്. പക്ഷേ ഐ കാൻ ഡു ദാറ്റ്. അത് പൈസ പോകുന്നുള്ളൊരു പേടിയാണോ? അതല്ല, എനിക്കത് പറ്റത്തില്ല. നമുക്ക് പറ്റില്ല. നമ്മുടെ മേഖലയല്ല. നമ്മുടെ മനസ്സിലുണ്ട്. ആർട്ടിസ്റ്റാണ് ഞാൻ. അതൊരു സംഭവമാണ്. അത് ഒരുപാട് നമ്മളെ ഇതിനിടയ്ക്ക് കണക്ക് നോക്കാൻ പോകാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈനിലേക്ക് പോകാനുള്ള ആ ഒരു സംഭവം നമുക്കില്ല. ഡയറക്ഷൻ നമ്മുടെ മനസ്സിലുണ്ട്. അതുണ്ട്. അത് വൈകാതെ 1-2 സിനിമകൾ ചെയ്യണമെന്നുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ചേട്ടൻ ചെയ്യുള്ളൂ. അതായത് അത് പെർമനന്റ് ആയിട്ട് അങ്ങനെയല്ല. 1-2-3 സിനിമകൾ മനസ്സിൽ അതിന്റെ ഒരു ഐഡിയയിലൊക്കെ വന്നിട്ടുണ്ടോ? കുറേ ആളുകളായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഈ പറയുന്ന പോലെ എൻ്റെ ഒരു മനസ്സിലുള്ള ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള, ആദ്യം നമ്മൾ കഥ കണ്ടുപിടിക്കുന്നു, പിന്നെ അത് തിരക്കഥയാക്കുന്നു, ഡയലോഗ് ആക്കുന്നു, പിന്നെ കാസ്റ്റിങ്ങിലേക്ക് പോകുന്ന ഒരു ഐഡിയ ആണ്. പക്ഷെ ഇപ്പം മിക്കവാറും സിനിമകൾ, ഒരു 99% സിനിമകളും കാസ്റ്റ് മുന്നിൽ കണ്ടിട്ടാണ് കഥയിലേക്ക് വന്നത്. അത് എനിക്ക് വർക്കൗട്ട് ആകത്തില്ല. അതുകൊണ്ട് എൻ്റെ പ്രൊജക്റ്റ് നടക്കാൻ സാധ്യത വളരെ കുറവാണ്. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് താരത്തിന്റെ അടുത്തേക്ക് എത്തുള്ളൂ, ഉറപ്പിച്ചോളൂ ഇന്ന ആള് വേണമെന്നുള്ള അപ്പോഴേ ചിന്തിക്കുള്ളൂ. പക്ഷെ അത് റിസ്ക് അല്ലേ? ഇല്ല, ഒരിക്കലും റിസ്ക്. നമ്മൾ അതിന് റിസ്ക് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം കഥയും തിരക്കഥയാണ് ഒരു പടത്തിൻ്റെ ബാക്ക് ബോൺ. അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസ്ക് കുറവാണ്. പക്ഷേ താരത്തിനെ കണ്ടിട്ട് കഥയും തിരക്കഥ എഴുതുകയാണെങ്കിൽ എത്ര സിനിമകൾ അങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കഥ സെലക്ട് ചെയ്യാം, അതനുസരിച്ചിട്ട് കാസ്റ്റ് ചെയ്യാനുള്ളൊരു ഫ്രീഡം നമുക്ക് തൽക്കാലം ഇല്ല. അത് നല്ല രീതിയാണ്. നമ്മൾ സംസാരിച്ചതിന് ഒത്തിരി സംസാരിക്കുമല്ലേ? നമുക്ക് ഫാമിലിയൊക്കെ ഇവിടെ ഇല്ലേ? ആളുകളുണ്ട് ഇവിടെ, അവരെ വിളിക്കാം. ഇപ്പം വേണമെങ്കിൽ അവരെ വിളിക്കണം. അവരെ വിളിച്ചിട്ട്
പിന്നെ നിങ്ങളങ്ങ് സംസാരിച്ചോ, ഞാനങ്ങ് മാറിയേക്കാം. അതുകൊണ്ട് അമേരിക്ക അല്ലേ? അത് കുഴപ്പമില്ല. ഞങ്ങളിപ്പം മിനിഞ്ഞാന്ന് ആർത്തറിന്റെ ബർത്ത്ഡേ ആയിരുന്നു, 31st ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ യാട്ടിൽ പോയി സുഖമായിട്ട് ആഘോഷമൊക്കെ നടത്തി. അതൊക്കെ ഉദ്ദേശിച്ച് ദുബൈയിലേക്ക് വന്നു. ഹാഫ് വേ മീറ്റിംഗ്. വൈഫ് പാട്ട് പാടുമല്ലോ, മലയാളം പാട്ടൊക്കെ പാടുമല്ലോ? മലയാളം പാട്ട്, തമിഴ് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. നമുക്ക് വൈഫിനെ എടുത്തൊരു പാട്ടൊക്കെ പാടിക്കാം. ഇപ്പൊ പുള്ളി എനിക്ക് തോന്നുന്നില്ല പാടുമെന്ന്. പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ വന്നിരിക്കും, എന്നെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? ജെറ്റ് ലാഗ് ഒക്കെ അല്ലേ? 2 ലൈനൊക്കെ പാട്ട് പാടാലോ? ജെറ്റ് ലാഗ് അല്ലേ? നോക്കാം നമുക്ക് അല്ലേ? നമുക്ക് ആർത്തന്നെ വിളിക്കാം, അവൻ ഇറങ്ങി വരും. ഒന്ന് വിളിച്ചാലോ നമുക്ക്? വിളിക്കാം.